സമകാലിക സാഹചര്യത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നൊരു സെമിനാർ ഇവിടെ ഈ ഹാളിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കാൻ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിജു ഖാനെ ഏറെ സ്നേഹത്തോട് വിളിച്ചു. വ്യാജ വാർത്തകളുടെ നിർമ്മിതി സമകാലിക സാഹചര്യത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാറിൻ്റെ അധ്യക്ഷൻ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സഖാവ് അനൂപ്. ഈ സെമിനാറിൽ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ സഖാവ് എ റഹീം, മുതിർന്ന മാധ്യമ പ്രവർത്തകനും നമുക്കേവർക്കും സുപരിചിതനുമായ ശ്രീ ജേക്കബ് ജോർജ്, കൈരളി ന്യൂസിൻ്റെ ന്യൂസ് ഡയറക്ടറും പ്രിയപ്പെട്ട സുഹൃത്തുമായ ശരത് ചന്ദ്രൻ, മാതൃഭൂമി മുൻ ന്യൂസ് എഡിറ്ററും കോളേജ് അധ്യാപികയുമായ ഡോക്ടർ MS ശ്രീകല, ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ VS ശ്യാമ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്രകാരം ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആകമാനം മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുകയും നുണകൾ സത്യങ്ങളായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ശരിയായ മാധ്യമ പ്രവർത്തനത്തിന് ദിശാബോധം പകരേണ്ടത് അനിവാര്യതയാണ്. ജനങ്ങളെ കൂടുതൽ ഉത്ബുദ്ധരും സമൂഹത്തിന്റെ അനീതികളെ സംബന്ധിച്ച് ബോധവാന്മാരും ഒക്കെ ആക്കേണ്ട നമ്മുടെ മാധ്യമങ്ങൾ ആ ധർമ്മം തന്നെയാണോ വർത്തമാനകാലത്ത് നിർവഹിക്കുന്നത് എന്ന ചോദ്യം ഒരു ഇടിമുഴക്കമായി നമ്മുടെ ചെവികളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒട്ടനേകം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. ശരിയായ മാധ്യമ പ്രവർത്തനം ഏത്, മാധ്യമ പ്രവർത്തനത്തിലെ ശരികേടേത് എന്ന് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ആണ് ഡിവൈഎഫ്ഐ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ ഏറ്റവും അനിവാര്യ ഘടകങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഏവർക്കുമുണ്ട്. അനീതികൾക്കെതിരായി നിരന്തരം വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കേണ്ട മാധ്യമധർമ്മത്തെക്കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാണ്. എന്നാൽ അവാസ്തവങ്ങളും ആധികാരികതയില്ലാത്ത കാര്യങ്ങളും നിരന്തരം പ്രക്ഷേപണം ചെയ്യുകയും നിരന്തരം സംപ്രേഷണം ചെയ്യുകയും അച്ചടിച്ച് വിടുകയും ചെയ്യുന്നതിലൂടെ ആ മാധ്യമ ധർമ്മത്തിൽ നിന്നുള്ള വലിയ വ്യതിചലനമല്ലേ സമൂഹത്തിൽ നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ഈ സെമിനാറിൽ അധ്യക്ഷനായിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് അനൂപാണ്. സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് രാജ്യസഭാംഗവും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ എണ്ണമറ്റ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിൽപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തമായ ജിഹ്വയായി പാർലമെന്റിൽ ഉയർന്നുവരുന്ന ഏറ്റവും കരുത്തുറ്റ ശബ്ദത്തിനുടമ കൂടിയായ സഖാവ് എ റഹീമാണ്. സഖാവിനെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ യോഗത്തിലേക്ക്, സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലമായി മാധ്യമ രംഗത്ത് സജീവമായി ഇടപെടുന്ന, തന്റെ അഭിപ്രായങ്ങൾ നിർഭയമായി സ്വതന്ത്രമായി പങ്കുവയ്ക്കുന്ന, യോജിപ്പാണെങ്കിലും വിയോജിപ്പാണെങ്കിലും തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ
ജേക്കബ് ജോർജ് സാർ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. നമ്മുടെ ഏവരുടെയും സഹൃദയനായ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈരളി ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടറായിരിക്കുന്ന, ദീർഘകാലമായി നമ്മുടെ വാർത്താ മുറികളെ ശരിയായ മാധ്യമ പ്രവർത്തനത്തിന്റെ ധർമ്മങ്ങളിലേക്ക് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന മലയാളത്തിലെ അപൂർവ മാധ്യമ സാന്നിധ്യങ്ങളിലൊന്നായ ശ്രീ ശരത്ചന്ദ്രൻ, അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതൃഭൂമി ന്യൂസിന്റെ മുൻ എഡിറ്ററും നമ്മുടെ പ്രിയങ്കരിയുമായ, നിലവിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ MS ശ്രീകല, മാധ്യമ രംഗത്തെ വേറിട്ട ശബ്ദത്തിനുടമ കൂടിയായിരുന്നു. നിരന്തരം സാമൂഹ്യ അനീതികൾക്കെതിരായി ശബ്ദിക്കുന്ന കരുത്തുറ്റ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. പിന്നീട് അക്കാദമിക ജീവിതത്തിലേക്ക് പോയി ഇപ്പോൾ അധ്യാപികയായി തന്റെ സേവനം എഴുത്തിലൂടെയും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ MS ശ്രീകലയെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ തിരുവനന്തപുരം ജില്ലാ ട്രഷററും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് VS ശ്യാമ, സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് AM അൻസാരി, സംസ്ഥാന കമ്മിറ്റി അംഗം LS ലിജു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഈ സെമിനാറിൽ വ്യത്യസ്ത സംഘടനകളുടെ പ്രതിനിധികളായി പങ്കെടുക്കാനെത്തിയ NGO യൂണിയന്റെ, കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ, യൂണിവേഴ്സിറ്റിയിലെ തന്നെ കോൺട്രാക്ട് ജീവനക്കാരുടെ സംഘടനയുടെ ഒക്കെ പ്രതിനിധികൾ, നിരവധി പേർ, KGOയുടെ ഒക്കെ നിരവധി പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. വളരെ പെട്ടെന്ന്, ഏതാണ്ട് 24 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കപ്പെട്ട ഒരു സെമിനാറാണ്. ഓരോ ഏരിയയിൽ നിന്നും നിർദ്ദിഷ്ട സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. സഖാവ് ഏറെ സ്നേഹത്തോടു പ്രിയപ്പെട്ട യോഗത്തിന്റെ ഈ സെമിനാറിന്റെ അധ്യക്ഷൻ സഖാവ് V. അനൂപ്, ഈ സെമിനാറിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ഏറെ പ്രിയപ്പെട്ട ശ്രീ ഷിജു ഖാൻ, വേദിയിലുള്ള 3 വളരെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ, ശ്രീ ജേക്കബ് ജോർജ് സാറ് വളരെ ധീരമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രൗഢമായ ചരിത്രം തരുന്ന ഒരാളാണ്. ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിലെ ഒട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിലെ DCC ഓഫീസിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കുകൾ പറയണല്ലോ. ഇപ്പോൾ ഇതിൽ കണ്ടോളം നല്ലതായിരിക്കും. അപ്പോൾ അദ്ദേഹം വീക്കിന് വേണ്ടി ഇന്ത്യ ടുഡേക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു വർക്കുണ്ട്. കണ്ണൂർ DCC ഓഫീസിൽ പോയി ആ DCC ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് നിഷ്കളങ്കനായ ഒരു കുട്ടിയെ പോലെ അദ്ദേഹത്തെ കൊണ്ട് ഓഫീസ് സെക്രട്ടറി കൊണ്ട് പറയിപ്പിക്കുകയാണ് എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നത്, ബോംബ് ഉണ്ടാക്കി വയ്ക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്, ബോംബ് ഉണ്ടാക്കി നടത്തിയ അപകടകരമായ പ്രവർത്തികൾ ഏതൊക്കെയാണ് എന്നെല്ലാം തന്നെ പറയിപ്പിച്ച അദ്ദേഹത്തിന് അങ്ങനെ ഒട്ടനവധി മാധ്യമ ഇടപെടൽ നടത്തിയ ആളുകളാണ്. PS ശ്രീകലയും അതുപോലെ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അപ്പോൾ ശ്രീകലയും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ വ്യത്യസ്തമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യം പറയുന്ന ഒരാളാണ്. അതിനൊരു ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ് ശരത്ചന്ദ്രനും. അതെ, ഞാൻ ശരത്ചന്ദ്രനെ കുറിച്ച് പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. DYFIയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ആദ്യമേ തന്നെ DYFIയുടെ കൂടി ഭാഗമായി ഞാൻ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെട്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും ഒരുപോലെ കൈചേർത്ത് നിന്ന്, മനസ്സും ശരീരവും ചേർന്ന് നിന്ന് അതിജീവനത്തിന്റെ പുതിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു, അധ്യായം രചിച്ചു വയനാട്ടിൽ. ആദ്യഘട്ടം മുതൽക്ക് തന്നെ അത്തരമൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടിരുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്ന് വേണം കരുതാൻ. ഏറെക്കാലമായി മലയാള മാധ്യമങ്ങളുടെ ഒരു ഋതം അത് നെഗറ്റീവാണ്.
വിവാദങ്ങളാണ്. ആ വിവാദ പരിസരമാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ടോണെന്നോ ഋതമെന്നോ എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു വിവാദങ്ങളില്ലാത്ത, പാരസ്പര്യത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയുന്ന കുറേ ദിവസങ്ങളായിരുന്നു വയനാട് എപ്പിസോഡിന്റെ കാലത്തുണ്ടായത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷവും ഗവൺമെന്റും തമ്മിലും ഏതാണ്ട് നല്ല ഐക്യത്തിൽ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വളരെ പ്രൊഡക്റ്റീവ്, എല്ലാ അർത്ഥത്തിലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. CMDRF-നെതിരെ ചില കോണുകളിൽ നിന്ന് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് CMDRF-ലേക്ക് വലിയ തുക ഒഴുകിയെത്തുന്ന നിലയുണ്ടായി. 50 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും ഈ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഒരു തരത്തിലും പൊട്ടുന്നില്ലല്ലോ എന്ന് കണ്ടിട്ടാകും ഒരു സംഘം മാധ്യമങ്ങൾ വളരെ ആസൂത്രിതമായി തീരുമാനിച്ചുറപ്പിച്ച് എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസാക്കി ചിത്രീകരിച്ച് വ്യാജമായ വാർത്തകൾ മലയാളത്തിൽ പടച്ചുവിട്ടു. ഇതിനെതിരെ ഒരു യുവജന സംഘടന എന്ന നിലയിൽ DYFI കേരളത്തിൽ വളരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുത്തത്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്കെതിരെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരിക എന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന്റെ നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാനാകില്ല. മാധ്യമങ്ങൾ വിമർശിപ്പിക്കപ്പെടുന്നു എന്നതിനപ്പുറത്ത് പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലും, പ്രതിഷേധങ്ങൾക്ക് അർത്ഥമായി മാധ്യമങ്ങൾ മാറുന്നത് ഒരു സമൂഹത്തിന്റെ പോസിറ്റീവ് സൈനായി നമുക്ക് ഒരിക്കലും കാണാനാകില്ല. എന്താണ് മലയാള മാധ്യമങ്ങളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായവും എന്റെ വിമർശനവും? ഞങ്ങളുടെ വിമർശനം, DYFIയുടെ വിമർശനം, മലയാള മാധ്യമങ്ങൾക്ക് സ്ഥായിയായ 2 പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ആരോപിക്കാൻ കഴിയും എന്നാണ് എന്റെ പക്ഷം. അതിലൊന്ന് ഏറ്റവും ശക്തമായ ഇടതു വിരുദ്ധതയാണ്. രണ്ടാമതൊന്ന് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള കടുത്ത കിടമത്സരം. ഇത് രണ്ടും ഏറ്റവും പുതിയ അപകടകരമായ ഒരു കാര്യമായി കാണിക്കണം. ഇടതുവിരുദ്ധത എന്ന് പറയുന്നത് മലയാള 1957 മുതൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇടതുവിരുദ്ധതയുണ്ട്. ആ ഇടതുവിരുദ്ധത 2021 തുടർഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിത വീര്യത്തിലൂടെ ആഞ്ഞു വീശുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇടതുവിരുദ്ധത പണ്ടേയുണ്ട്. അതോടൊപ്പം മലയാള മാധ്യമങ്ങൾ തമ്മിലുള്ള, മാധ്യമങ്ങളെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട കിടമത്സരം അതൊരു പുതിയ പ്രവണതയാണ്. സ്ഥായിയായ ഇടതുവിരുദ്ധതയും ഈ പുതിയ കിടമത്സരവും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോൾ അപകടകരമായ ഒരു കൂട്ടായി അത് മാറുകയാണ്. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട പ്രവണതകൾ നിരന്തരം അതൊരു ന്യൂട്രലായി മാറി. അതിലൊരു പ്രവണത കള്ളം പറയുക എന്നതാണ്. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവരാണ്. മാധ്യമങ്ങൾ കള്ളങ്ങൾ തുറന്നു കാട്ടേണ്ടവരാണ്. പക്ഷെ മലയാള മാധ്യമങ്ങൾ തുടർച്ചയായി കളവ് മാത്രം പറയുന്നവരായി മാറി. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ സെമിനാറിലേക്ക് വന്നപ്പോൾ വെറുതെ ഒന്ന് എടുത്തപ്പോൾ കിട്ടിയ കുറെ കളവുകൾ ഒരു ഈ സമീപകാലത്ത് വന്നതാണ്. ഓമനക്കുട്ടൻ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് ഓമനക്കുട്ടനിൽ തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ഓമനക്കുട്ടനെതിരായ വാർത്ത മലയാള മാധ്യമങ്ങൾ, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പടച്ചുവിട്ട വലിയ കള്ളമായിരുന്നു. ഓമനക്കുട്ടനിൽ തുടങ്ങുന്ന ഈ പട്ടിക, ഓമനക്കുട്ടനിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ പട്ടിക ഇങ്ങോട്ട് വരുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ PA ഒരു നിയമന തട്ടിപ്പ് നടത്തിയിരുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ പടച്ചുവിട്ടൊരു കള്ളാണ്. എത്ര ദിവസമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുത്തത്? എത്ര ദിവസമാണ്, എത്ര ബുള്ളറ്റിനുകളിലാണ്, എത്ര എയർടൈമാണ് ഈ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ വിപണനം ചെയ്തത്? അടുത്തു നോക്കൂ,
AKG സെന്റർ. AKG സെന്ററിന്റെ അന്വേഷണം ഇങ്ങനെ പാതി വഴിയിൽ നിന്നുപോയിരിക്കുകയാണ്. ആ AKG സെന്ററിന്റെ അന്വേഷണം ഇനി നടക്കില്ല. അതിന്റെ കാരണം എന്താണ്? നോക്കൂ ഈ വാർത്ത. ആക്രമണം നടന്ന 2ാം ദിവസം തന്നെ പോലീസിന് വ്യക്തമായ സൂചനകൾ കിട്ടിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ജൂൺ 30 രാത്രി 11:23 11:24 ഇടയിലായിരുന്നു AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. AKG സെന്ററിൽ നിന്നും പുറത്തുവിട്ട CCTV ദൃശ്യത്തിന് പുറമെ വ്യക്തമായ CCTV ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും സംശയം എത്തിയത് തട്ടുകടക്കാരനിലേക്ക്. സംഭവം നടന്ന രാത്രി 7 തവണയാണ് ഇയാൾ AKG സെന്ററിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചു പോയത്. വെള്ളമെടുക്കാനാണെന്നാണ് പോലീസിനോട് വിശദീകരിച്ചതെങ്കിലും സ്കൂട്ടറിൽ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ടായിരുന്നത് 1 തവണ മാത്രം. മാത്രമല്ല സ്ഫോടനം നടന്ന ഉടൻ AKG സെന്ററിന് മുന്നിലൂടെ പോകുമ്പോൾ പോലീസും ആൾക്കൂട്ടവും ഉണ്ടായിട്ടും ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങോട്ട് പോവാണ്. ഞാൻ അതിന്റെ ഒരു നിങ്ങൾ ആലോചിക്കണം. കുറച്ചുകൂടി ഉണ്ട് എന്റെ വോയിസ് ഓവർ. ഏഷ്യാനെറ്റിന്റെ ചാനലിൽ അന്ന് ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അയാളുടെ വാർത്തയായി കൊടുത്തതാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധമുണ്ട്. ഇത് സത്യമാണോ കള്ളമാണോ? ഏത് കാറ്റഗറിയിലാണ് എടുക്കുക? ലക്ഷണമൊത്ത കള്ളം. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവർ കള്ളം പടച്ചെടുത്ത് ഒരു കള്ളം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. എന്താ പറയാൻ ശ്രമിച്ചത്? കേരളത്തിലെ AKG സെന്റർ എന്ന CPIM-ന്റെ ആസ്ഥാന കേന്ദ്രം, ഹെഡ്ക്വാർട്ടർ, ആ ഹെഡ്ക്വാർട്ടർ ആക്രമിച്ച കേസിൽ യഥാർത്ഥത്തിൽ CPM തന്നെ ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണെന്നും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ അതിന്റെ ആഭ്യന്തര വകുപ്പ് അത് തിരിച്ചറിഞ്ഞ് ആ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. പേരിന് വേണ്ടി അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. പിന്നീട് യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ലേ? ആർക്കാണ് ബന്ധമെന്ന് തെളിഞ്ഞില്ലേ? ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത ചാനൽ, ഈ റിപ്പോർട്ടർ വേറൊരു സ്ഥാപനത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, പണിയെടുക്കുന്നുണ്ട്. ഈ മാധ്യമ സ്ഥാപനം ഇപ്പോഴും ജീവനോടെയുണ്ട്. 30 വയസ്സ് ഇന്നലെ ആഘോഷിക്കുകയാണ്. പിറന്നാൾ ആഘോഷത്തിനിടയിലെങ്കിലും ഈ കൊടുത്ത വാർത്ത തെറ്റായി പോയി എന്ന് പറയാൻ എന്റെ നാവ് ഉയരാത്തത്. കള്ളം പാത്രം പറയുന്നു എന്നതിന്റെ തെളിവാണ്. തീരുന്നില്ല. ഹൃദ്യം പദ്ധതി ഏതാണ്ട് റിപ്പോർട്ടർ ടിവിയുടെ അവരുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം എന്ന നിലയിലാണ് ആ ക്യാമ്പയിൻ ആയിട്ടുള്ളത്. അവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഹൃദ്യം പദ്ധതി എന്തായിരുന്നു? ശ്രീചിത്രയെ പോലും ഒഴിവാക്കി എന്നതായിരുന്നു. ശ്രീചിത്ര സ്വയം ഒഴിഞ്ഞുപോയതായിരുന്നു. ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങേറ്റത്തെ കള്ളം, ഒരു കള്ളം 3-4 ദിവസം ആ കള്ളം പ്രക്ഷേപണം ചെയ്യുന്നു. പിന്നെ ആ കള്ളം അവിടെ എത്തിയിരുന്നു. അതിന്മേൽ തിരുത്തലില്ല, മാപ്പില്ല. തെറ്റായ ആ വാർത്ത അവരുടെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ ഡിലീറ്റും ചെയ്യുന്നില്ല. AKG സെന്ററിന്റെ ഈ വാർത്ത ഇപ്പോഴും കിടപ്പുണ്ടവിടെ. ഹൃദ്യത്തിന്റെ വാർത്തകൾ അവിടെ കിടപ്പുണ്ട്. വരുന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇത് കാണും. എത്ര കാലം കഴിഞ്ഞാൽ എത്ര പേരിലേക്കാണ് കള്ളം ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുക? ലോക കേരള സഭയുടെ എഡിഷൻ ന്യൂയോർക്കിൽ നടന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ വേദി പങ്കിടാൻ 82 ലക്ഷം രൂപ കൊടുക്കണമെന്നായിരുന്നു ഒരു കള്ളം. സമീപകാലത്ത് വന്ന കള്ളമാണ് K4നെ സംബന്ധിച്ച് എത്രയെത്ര വാർത്തകളാണ് ഒരാഴ്ചക്കിടയിൽ, 1-2 ആഴ്ചക്കിടയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുമിച്ച് എടുത്ത് പുറത്തുവിട്ടത്. ഒട്ടനവധി വാർത്തകൾ. എന്നിട്ട് അതിന്റെ കാര്യത്തിൽ എന്ത് പറ്റി? എന്തെല്ലാം കാര്യങ്ങളാണ് അന്ന് കൊടുത്ത വാർത്തകൾ? K4 കരാറിൽ 36 കോടിയുടെ നഷ്ടമെന്ന് CAG ഒരു ദിവസത്തെ വാർത്തയാണ്.
നിങ്ങൾ നോക്കൂ, കെ ഫോൺ കരാറിൽ സർക്കാരിന് നഷ്ടം 36 കോടി. വി സതീശന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചുള്ള വാർത്തയാണ്. കെ ഫോൺ അഴിമതിയിൽ നേട്ടമുണ്ടായത് ആർക്ക്? അന്നത്തെ കൗണ്ടർ പോയിന്റ് ഡിസ്കഷന്റെ തലക്കെട്ടാണ്. ഇങ്ങനെ പോവാണ് ഒട്ടനവധി കാര്യങ്ങൾ. ഇന്റർനെറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിലെ ആദ്യം കെ ഫോൺ സേവനം നൽകേണ്ടത്? ന്യൂസ് അവറിന്റെ ചോദ്യമാണ്. SRITക്ക് മുമ്പിൽ പൂർണ്ണമായും വഴങ്ങി കെ ഫോൺ. കെ ഫോൺ ടെൻഡർ ഉറപ്പിച്ചതിലും ക്രമക്കേട്. കെ ഫോൺ പുറംകരാർ ബംഗളൂരു ആസ്ഥാനത്തുള്ള സ്വകാര്യ കമ്പനിക്ക്. ഇങ്ങനെ ഒട്ടനവധി. കെ ഫോൺ എങ്ങുമെത്താതെ ഇഴയുന്നു, 30% മാത്രം പൂർത്തിയായി. ഇങ്ങനെ തുടങ്ങുന്ന നെഗറ്റീവ് സ്റ്റോറികളുടെ ഒരു പരമ്പര വെറുതെ ഒന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒടുവിലെന്തായി? ആ കെ ഫോൺ സംബന്ധിച്ച് ഈ പറയുന്ന വിവരങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഹൈക്കോടതിയെ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന് നല്ല തല്ല് കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്. ഹൈക്കോടതി കടലാസും പരാതികളും എല്ലാം എടുത്ത് കൊട്ടയിലിടും, ചവറ്റ് കൊട്ടയിലിടും. ഏതെങ്കിലും ഒരു ചാനൽ വി സതീശന്റെ ഹർജി തള്ളിയത് വലിയ വാർത്തയായി പ്രക്ഷേപണം ചെയ്തു. എന്ത് ചെയ്യാത്തത്? അടുത്ത കള്ളം നോക്കൂ. സഖാവ് പി ജയരാജന് ബുള്ളറ്റ് പ്രൂഫിന്റെ കാർ ഓർമ്മയില്ലേ? റിപ്പോർട്ടർ ടിവിയിലെ ഒരു അവതാരക ആ ചാനലിൽ നിന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? ആദ്യം വേറെ ആരാണ് പുറത്തു വിടുന്ന വാർത്ത. എന്തൊരു കള്ളായിരുന്നു! ആ കള്ളം പറഞ്ഞതിൽ ഉളുപ്പുണ്ടോ? ആ കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ മണ്ടത്തരങ്ങളിൽ ഉളുപ്പുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. കള്ളം ഇന്ന് ന്യൂട്രലായി മാറി മലയാള മാധ്യമങ്ങൾക്ക്. കോവിഡ് കൊള്ള 1500 കോടിയുടെ തട്ടിപ്പ് എന്ന് കള്ളം പറഞ്ഞില്ല. അതിനുവേണ്ടി കാണിച്ചെന്തൊക്കെയായിരുന്നു? സൺ ഫാർമ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയിരിക്കുന്നു എന്നാണ്. സൺ ഫാർമയിൽ നിന്നല്ല, പലയിടത്തുനിന്ന് വാങ്ങി. ഏത് സമയത്ത്? ആദ്യഘട്ടത്തിൽ, ദുരന്തമുഖത്ത്. അതെല്ലാം മറച്ചുവെച്ച് കള്ളങ്ങളുടെ ഘോഷയാത്ര. അതിലെന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ടോ? അതെവിടെയെങ്കിലും ഏതെങ്കിലും കോടതിയിൽ ഒരു നിയമപരമായ സ്ക്രൂട്ടണിക്ക് വസ്തുതയുടെ വെളിച്ചത്തിൽ ഈ പറയുന്ന വാർത്തയ്ക്ക് എന്തെങ്കിലും ഒരിക്കൽ സാധൂകരണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ബോധപൂർവം പടച്ചുണ്ടാക്കുന്ന ഘോഷയാത്രകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ലിഫ് ഹൗസിൽ 42 ലക്ഷം. എവിടെ പശുത്തൊഴുത്ത് കിട്ടിയാലും 42 ലക്ഷം. കാലയളവിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം കൂടി ഒരുമിച്ചുള്ള ചിലവാണിത്. പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിനെ പശുത്തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അതിനെ ഒരു വാർത്തയായി, നുണയായി, ശുദ്ധാസംബന്ധം പ്രചരിപ്പിച്ച നുണയാണ്. ഇനി വളരെ കൗതുകമായ കേരളത്തിലെ ഇടതുപക്ഷത്തെ കുറിച്ച് എല്ലാ കാലവും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു നരേഷൻ എന്തായിരുന്നു? വികസന വിരുദ്ധരാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചാണ്. ഇനി ഇടതുപക്ഷത്തെ വിമർശന വിരുദ്ധരെന്ന് പറഞ്ഞ് എല്ലാ കാലവും ചാട്ടയെടുത്ത് അടിച്ചിട്ടുള്ള മാധ്യമ സ്ഥാപനത്തിന്റെ പേര് മനോരമയാണ്. കേരളത്തിന്റെ വികസനത്തിനും സംരംഭം കൊണ്ടുവരുന്നതിനും ഇടതുപക്ഷം തടസ്സം നിൽക്കുന്നു എന്ന എത്ര തൊഴിലാളി വിരുദ്ധ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് മലയാള മനോരമ എന്ന് പത്രത്തിലും അവർക്കും ആർക്കൈവ്സിൽ എഴുതിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ വകുപ്പിന്റെ കീഴിൽ സംരംഭക വർഷം എന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. ആദ്യ വർഷം തന്നെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ മലയാള മനോരമ ചാനൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനായിരുന്നു ഇത് തട്ടിപ്പാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ക്യാമ്പയിൻ. ഞാൻ ഇതിലൂടെ പറയാൻ കഴിയുന്നതാണ്, എത്ര ദിവസമാണ് ആ കള്ളം പറഞ്ഞത്? കേരളത്തിലെ നിക്ഷേപകരെ മോശപ്പെടുത്താൻ ശ്രമിച്ചത്, കേരള ഗവൺമെന്റിനെതിരെ രൂക്ഷമായ അറ്റാക്കുകൾ. ഇപ്പോൾ മനോരമയുടെ നാമെവിടെ? അന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ സംരംഭക വർഷമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രാക്ടീസിംഗ് മോഡലായി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മനോരമന്റെ കൊണ്ടുവന്നോ? എത്ര ദിവസമാണ്, എത്ര സ്റ്റോറികളായിരുന്നു നിങ്ങൾ പരമ്പരയായിരുന്നു സൃഷ്ടിച്ചത്. ആസൂത്രിതമായ നുണ പറയുക,
ആ ആസൂത്രിതമായ നുണ എവിടെ വരെ എത്തി? ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എല്ലാറ്റിലേക്ക് പോകുന്നില്ല. നുണകൾ മാത്രം പറയുന്നു, കള്ളങ്ങൾ പറയുന്ന മിഷനുകളായി. കള്ളം പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ല. കള്ളം പറയുക, അത് കഴിഞ്ഞ് പിന്നെയും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. സമീപകാലത്ത് വന്ന വസ്തുതകളിലേക്ക് എവിടെയെങ്കിലും പോയി നിങ്ങൾ കൊണ്ടുവന്ന വാർത്ത. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. SFIയും ഗവർണറും പോർമുഖം തീർത്തു ഒരൊറ്റ കാര്യത്തിൽ. എന്തിനായിരുന്നു പോർമുഖം തീർത്തത്? കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളെ ഗവർണർ RSS വൽക്കരണത്തിന് വിധേയമാക്കുന്നു. സിൻഡിക്കേറ്റിലും സെനറ്റിലേക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ നിയമവിരുദ്ധമായി നോമിനേറ്റ് ചെയ്യുന്നു. ഇതായിരുന്നില്ലേ പ്രകോപന കാരണം? കേരളത്തിലെ ഗവർണർക്കെതിരെ SFI വിഖ്യാതമായ പ്രക്ഷോഭത്തിന്, ചരിത്രത്തിൽ നിന്നും ഇടം തേടുന്ന മഹത്തായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. അതൊരു പരിധിവരെ തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങും. ആ യുദ്ധമുഖത്ത് നിങ്ങൾ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? ഗവർണറുടെ പക്ഷമായിരുന്നില്ലേ? എന്നാൽ SFI ഉന്നയിച്ച കാര്യങ്ങളാണ് ശരിയെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വിവിധ കേസുകളിൽ ഗവർണർക്ക് കനത്ത തിരിച്ചടിയേറ്റ് SFI ഉന്നയിച്ച ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞില്ലേ? ഞാൻ വിസ്താര ഭയത്താൽ ആ സ്റ്റോറികളുടെ ലിസ്റ്റ് എടുക്കുന്നില്ല, ഞാനത് സമാഹരിച്ചു വെച്ചിരിക്കുക. എത്ര സ്റ്റോറികളാണ് ചെയ്തത് SFIക്കെതിരെ ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട്? ഗവർണർ വീരകേസരിയായി അവതരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം RSSന് വേണ്ടി ചെയ്തതാണെന്നും നിയമവിരുദ്ധമാണെന്നുമുള്ള വസ്തുത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചതേയില്ല. ഇനി ഹൈക്കോടതി അത് കണ്ടെത്തിയിട്ട് ആ വിവരം വേണ്ടത്ര പ്രാധാന്യത്തോടെ ഗവർണർ ഇങ്ങനെയാകരുത് എന്ന് പറയാൻ ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡാണ് തയ്യാറായത്? അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒട്ടനവധി കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളങ്ങൾ പറയുക മാത്രമല്ല, വ്യാജ വാർത്തകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഇവിടെ കുറെ നാളുകൾക്ക് മുമ്പ് 2022 ഓഗസ്റ്റ് മാസം 10 ഏഷ്യാനെറ്റ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. സഹപാഠി ലഹരി നൽകി പീഡിപ്പിച്ചുവെന്ന് കണ്ണൂരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ. നിരവധി പേർ ചൂഷണത്തിനിരയായെന്ന് അതിജീവത. ഒരു വനിതാ റിപ്പോർട്ടറുടെ റിപ്പോർട്ടാണ്. ഓഗസ്റ്റ് 10, 2022 ഏഷ്യാനെറ്റ് തന്നെ പ്രക്ഷേപണം ചെയ്ത ഈ വാർത്തയിൽ ഒരു പ്രത്യേകത കൂടി കാണണം. അതിൽ ഇരയായ പെൺകുട്ടിയുടെ ശബ്ദം മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഇൻട്രോയിൽ അവതാരക തന്നെ പറയുന്നു. വേറൊരു ശബ്ദമാണ് അതിൽ കേൾക്കുന്നത്. അത് യഥാർത്ഥ സംഭവമായിരുന്നു. അതിനെ അടർത്തി മാറ്റി 2022 നവംബറിൽ, അതേ വർഷം നവംബറിൽ, റോവിംഗ് റിപ്പോർട്ടർ എന്ന പേരിൽ ഏഷ്യാനെറ്റിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ അയാൾ അവതരിപ്പിച്ച പരമ്പരയിലെ ഒരു എപ്പിസോഡിനിടയിൽ ഈ പഴയ വിക്ടിം, ആദ്യത്തെ ശബ്ദം കേൾപ്പിച്ചിരുന്നല്ലോ, ആ വിക്ടിമിന്റെ ശബ്ദം, ആ വിക്ടിമിന് പകരം വേറൊരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി. അതാണ് വിഖ്യാതമായ ഏഷ്യാനെറ്റിനെതിരായ പോക്സോ കേസ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പോക്സോ കേസിലേക്ക് മാത്രമല്ല. ഒന്ന്, വാർത്ത നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാളെ കൊണ്ടിരുത്തി, ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി ഒരു പുതിയ കഥ വരയുന്നതിലേക്ക് വരെ കള്ളം പറയുകയല്ല, കള്ളം ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയവര്. അതിനേക്കാൾ വളരെ കൗതുകകരം, ഈ വാർത്ത പിടിക്കപ്പെട്ടല്ലോ, ഇത് പ്രശ്നമായല്ലോ, ഇത് വലിയ വിവാദമായല്ലോ. തങ്ങൾ പ്രതിരോധത്തിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വേറൊരു റിപ്പോർട്ട്, ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ആ റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ പിശക് തെറ്റ് എന്ന പേരിൽ ഒരു വലിയ വാർത്ത. എന്നിട്ട് ഒരു രക്ഷകർത്താവ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ബൈറ്റ് എടുക്കുക. അയാളോട് പറയാണ്, നിങ്ങളുടെ മകളുടെ ബൈറ്റ് തന്നെയായിരുന്നില്ലേ ഏഷ്യാനെറ്റ് നൽകിയത്? അപ്പൊ അദ്ദേഹം പറയാണ്, ശരിയാണ്, ഈ നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റാണ്, എന്റെ മകളുടെ ബൈറ്റ് തന്നെയാണ് കൊടുത്തത് എന്ന് ഈ രക്ഷകർത്താവ് പറയാണ്. ഏതാ ഈ രക്ഷകർത്താവ്? ആദ്യം പറഞ്ഞത് യഥാർത്ഥ വിക്ടിമില്ലേ, ആ വിക്ടിമിന്റെ രക്ഷകർത്താവാ. കേസ് ഏതാ? ആ വിക്ടിമിന്റെ ശബ്ദവും
പുതിയൊരു ആളെ വ്യാജമായി കൊണ്ടുവരുത്തിയതുമാണ് കേസ്. ഒരു കള്ളം പിടിക്കപ്പെട്ടപ്പോൾ ഒരു പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസതയുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, പിശകാണ് എന്ന് പറയുന്നതിന് പകരം ഒരു കള്ളത്തെ മറയ്ക്കാൻ പുതിയൊരു കള്ളം വീണ്ടും നിർമ്മിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ പോക്സോ കേസിനോടനുബന്ധിച്ചുള്ള വിവാദ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കിടമത്സരം അതിശക്തമാണ്. രണ്ടു തരം പൊട്ടിക്കലായിരുന്നു കേരളത്തിൽ മുമ്പുണ്ടായിരുന്നത്. പൊട്ടിക്കൽ എന്ന പദം മലയാളിക്ക് സുപരിചിതമായി തുടങ്ങിയ അടുത്ത കാലത്താണ്. ഒരു പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലാണ്. ഒരു സംഘം ഇങ്ങനെ കൊണ്ടുവരും, സ്വർണം കടത്തി കൊണ്ടുവരുമ്പോൾ അത് അറിഞ്ഞിട്ട് വേറൊരു കൊള്ളസംഘം വന്ന് ഈ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കവർന്നുകൊണ്ട് പോകും. അതാണ് പൊട്ടിക്കൽ, സ്വർണം പൊട്ടിക്കൽ. രണ്ടാമത്തെ പൊട്ടിക്കൽ ഹവാല പൊട്ടിക്കലാണ്. ഹവാല പണം ഒരിടത്തു നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ, ക്രിമിനലുകൾ ചാടി വീണ് പാതി വഴിയിൽ വെച്ച് ഇവരെയൊന്നും തട്ടിപ്പറിച്ചിട്ട് പോകും. അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, തട്ടിപ്പറിച്ചോട് പോകും. ഇതാണ് ഹവാല പൊട്ടിക്കൽ. മൂന്നാമതൊരു പൊട്ടിക്കലുണ്ട്. ആ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കലാണ്. എന്താ വാർത്താ പൊട്ടിക്കൽ? നാളെ രാവിലെ 9 മണിക്ക് കേരളം ഞെട്ടും. ഇപ്പൊ അങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ കാട് വരുന്നത്? ഞെട്ടും കുലുങ്ങും അങ്ങനെയൊക്കെയാണ് വാർത്ത. എന്താ വാർത്ത വരുന്നത്? എന്നിട്ട് പറയും സെപ്റ്റംബർ 1 മനോരമ പ്രഖ്യാപനം നടത്തുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 നാളെ രാവിലെ മോർണിംഗ് ന്യൂസ്, ഒരു സിനിമാ നടിയുടെ വെളിപ്പെടുത്തൽ, എല്ലാവരും കാത്തിരിക്കൂ എന്നാണ്. ഞെട്ടും. നിങ്ങൾ ഞെട്ടാൻ പോകണം. നാളെ രാവിലെ ഞെട്ടാൻ രാവിലെ തയ്യാറായി എണീറ്റിരിക്കണം ടിവിയുടെ മുമ്പിൽ, മനോരമയുടെ മുമ്പിൽ. എന്തിനാണ് ഞെട്ടാൻ? ഈ ഞെട്ടാൻ വേണ്ടി ഇവർ എടുത്തു വെച്ചിരിക്കുന്ന വാർത്ത ഏതാണെന്ന് മനസ്സിലാക്കി തലേ ദിവസം രാത്രി, ഈ കാർഡ് വന്നതിന് ശേഷം രാത്രി 9 മണിയോടുകൂടി ഏഷ്യാനെറ്റ് കയറി ഈ വാർത്ത അടിച്ചു. വാർത്ത പൊട്ടിക്കൽ. ഇത് ഒരക്കപ്പെട്ട സംഭവമല്ല. അപ്പൊ രാവിലെ പിന്നെ ഞെട്ടാനുള്ള വാർത്ത തലേ ദിവസം വന്നു. ഏത് ടെലിയുടെ അടുത്ത് ഏഷ്യാനെറ്റ് വന്നു. അടുത്ത് തീരുന്നില്ല. റിപ്പോർട്ടർ ചാനലിലെ തിരുവനന്തപുരത്തെ ലേഖൻ, നമ്മുടെ പഴയ, ഞാൻ നേരത്തെ കേൾപ്പിച്ചതാണ്, ഞാൻ അവിടെ വരുന്നൂടെ പറയുന്നില്ല. നാളെ രാവിലെ കേരളം നടുങ്ങും എന്നാണ്. കേരളം നടുങ്ങും. 9 മണിക്ക് കേരളം ഞെട്ടും. എല്ലാവരും 9 മണിക്ക് റിപ്പോർട്ട് ടൈമിൽ എന്താണ് ഇങ്ങനെ പൊട്ടാൻ പോകുന്നത് നോക്കിയിരിക്കുമ്പോ വാർത്ത പൊട്ടിച്ചു. പൊട്ടിക്കൽ സംഘം വീണ്ടും ഇറങ്ങി 7:30 ആയപ്പോൾ ഏഷ്യാനെറ്റ് ആ വാർത്ത പൊട്ടിച്ചു. എന്താ വാർത്ത? ആ വാർത്ത വളരെ കൗതുക ഒരു വാർത്തയാണ്. ആ വാർത്ത ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു സ്ത്രീയെ, പരാതിക്കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പരാതി. ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യുന്ന, ഗദ്ഗതനായി റിപ്പോർട്ട് ചെയ്യുന്ന രസകരമായ ഒരു വീഡിയോ, അത് കേട്ടിട്ട് നമുക്കിത് കരച്ചിൽ തോന്നും, ഞെട്ടിപ്പോകും. ആരോപണത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഈ വാർത്ത ഈ 2 കൂട്ടരും പുറത്തുവിട്ട്, പൊട്ടിച്ച സംഘവും ആദ്യം പ്രഖ്യാപിച്ച സംഘവും പുറത്തുവിട്ടതിന് ശേഷം ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി മീഡിയ വൺ ഒരു വാർത്ത പുറത്തുവിട്ടു ഇതുമായി ബന്ധപ്പെട്ട്. ഇതിൽ ആരോപണ വിധേയനായ ഒരു ഡിവൈഎസ്പിയുടെ മുമ്പിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പോയി മൈക്ക് വയ്ക്കുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നുണ്ട്, ഇത് ആരോപണം തെറ്റാണെന്ന് മാത്രമല്ല. അപ്പോൾ മീഡിയ വൺ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഈ വാർത്ത ഇങ്ങനെ വന്നത്? ഈ വാർത്ത പുറത്തുവിട്ട വാർത്താ ചാനലിന്റെ മുതലാളിമാർ ഉൾപ്പെട്ട ഒരു കേസുണ്ട്. കേസ് മലമുറി കേസാണ്. ആ മലമുറി കേസിൽ അന്വേഷിച്ചതും ഞാനാണ്. അന്ന് മുതലേ എന്നെ ഇവർ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ വാർത്തയാണെന്നാണ്. ഞാൻ അയാൾ പറഞ്ഞതാണോ ശരി, ഇവിടെ ഇപ്പുറത്ത് വന്ന വാർത്തയാണോ ശരി, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, പിന്നീട് ഞാൻ അതിന്റെ ആ ലിസ്റ്റ് എടുത്തു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ കേരളം ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ വാർത്ത പിന്നെ എടുത്തിട്ടില്ല. എന്തിനാ ഈ പൊട്ടിക്കൽ വരുന്നത്? എങ്ങനെയാ വാർത്തകളുടെ കുക്കിംഗ് വരുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം, ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുടെയോ മാധ്യമ പ്രവർത്തകരുടെയോ വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധികൾ, വൈരനിര്യാതന പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾക്കിടയിൽ കിടമത്സരമായും പിന്നത് വാർത്തകൾ ഉണ്ടാക്കുന്നതായി മാറുന്നുണ്ടോ?
ഈ ഒടുവിൽ വന്ന വിഷയത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് വളരെ സമഗ്രമായത് അന്വേഷിക്കേണ്ടതാണ്. അതിലെന്താണ് ശരി? വസ്തുത നമുക്കറിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ട കാര്യമാണ്. പക്ഷെ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് വെറുതെ വിടേണ്ട കാര്യമല്ല. അതിന് കല്ലും നെല്ലും തിരിയണം. കിടമത്സരത്തിന്റെ അങ്ങേയറ്റം ഒരുപക്ഷെ ശ്രീ ശരത്തിനെല്ലാം അത് ഞാൻ പറഞ്ഞതിനെ പൂരിപ്പിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. ആ കിടമത്സരം പൊട്ടിക്കലിലേക്ക് മാത്രമല്ല, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതിലേക്ക്, ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പെറ്റുപെരുകയാണ് ഓരോ ദിവസവും. സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവർ. വ്യാജ വാർത്തകളുടെ നിർമ്മാണ ഫാക്ടറികളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മാറി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസ് ആക്കി വാർത്ത കൊടുത്തു. ആര് കൊടുത്തു? ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. ഏഷ്യാനെറ്റ് ആ വാർത്ത പുറത്തുവിട്ടത് വസ്തുതാവിരുദ്ധമാണെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ ഫാക്ട് ചെക്കിംഗ് ടീം തന്നെ കണ്ടെത്തുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്നോണം മാതൃഭൂമിയുടെ അന്നു രാത്രിയിലെ സൂപ്പർ പ്രൈം ടൈം ചർച്ചയ്ക്കെടുക്കുന്നത് അതേ വാർത്ത. എന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കുന്നു. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞ് 2 ചാനലുകൾ ക്ഷമാപണം നടത്തിയതായി എന്റെ ശ്രദ്ധയിൽ വന്നു. ഒന്ന് മീഡിയ വണ്ണും മറ്റൊന്ന് 24 ന്യൂസുമാണ്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ചാനലാണ് ഏഷ്യാനെറ്റ്. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെയും ഇത് കളവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടിട്ടും പറ്റിപ്പോയത് തെറ്റാണ് എന്ന് ഇതുവരെ പറയാതിരുന്നത്? അത് അവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് കള്ളമാണെന്നറിഞ്ഞ് ബോധപൂർവം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഏഷ്യാനെറ്റ് വാർത്തയെന്ന് ഞങ്ങൾക്കതിലൂടെ വ്യക്തമാകും. കേരളത്തിനതിലൂടെ വ്യക്തമാകും. ഓരോ മാധ്യമ സ്ഥാപനത്തിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മറന്നീക്കി ഇന്ന് പുറത്തുണ്ട്. ഏഷ്യാനെറ്റിന്റെ മുതലാളിയുടെ താല്പര്യമുണ്ട്. ആ മുതലാളിയുടെ താല്പര്യമാണ് ഏഷ്യാനെറ്റിൽ പ്രതിഫലിക്കുന്നത്. അത് BJPയുടെ നേതാവിൻ്റെതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയമാണ്. കേരളത്തെ ഗുണപ്പെടുത്തുന്ന രാഷ്ട്രീയമല്ല. ഏഷ്യാനെറ്റ് മാത്രമല്ല, എല്ലാ ചാനലുകളിലും ഈ പറയുന്ന പ്രശ്നങ്ങളെ നമുക്ക് ആരോപിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വർത്തമാനകാലത്തെ മാധ്യമങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും അനഭിലഷണീയമായ പ്രവണത, ആ പ്രവണത കള്ളം പറയുക എന്നതാണ്. കള്ളം പറയുക ഇന്ന് ഒരു ന്യൂട്രലായി സർവ്വസാധാരണമായി മലയാള മാധ്യമങ്ങൾക്കിടയിൽ മാറിയിരിക്കുന്നു. ഇടതുവിരുദ്ധത സൃഷ്ടിക്കുക, നരേഷനുകൾ ബിൽഡപ്പ് ചെയ്യുക. ഏറെക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവന്ന 2 നരേഷനുകൾ ഉണ്ടായിരുന്നു. അത് രണ്ടും പൊളിഞ്ഞു. ഒന്നാമത്തെ നരേഷൻ വികസന വിരുദ്ധരാണ് ഇടതുപക്ഷമെന്നാണ്. അതിന് എത്രയോ കഥകൾ ഇങ്ങോട്ടുണ്ട്. വെട്ടുനിരത്തിൽ സമരത്തിൻ്റെത് മുതൽ ഒട്ടനവധി കാര്യങ്ങൾ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമതൊരു നരേഷൻ ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവന്ന ഇടതുപക്ഷം മതവിശ്വാസത്തിനെതിരാണ് എന്ന നരേഷനാണ്. 1957 അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കാരണമായ വിമോചന സമരത്തിലേക്ക് നീണ്ട വസ്തുതകളെ കുറിച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മാധ്യമങ്ങളെ തന്നെ സൃഷ്ടിച്ചു. പാട്രിക് മെനിഹാന്റെ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തിൽ പിന്നീട് സ്ഥിരീകരിക്കുന്നു. അന്ന് സൃഷ്ടിച്ചത് ഒരു നരേഷനായിരുന്നു. മതവിശ്വാസികൾക്ക് എതിരാണ് ഈ പ്രസ്ഥാനം. കാലക്രമത്തിൽ ഇത് രണ്ടും പൊളിഞ്ഞു. മതവിശ്വാസത്തെ സംരക്ഷിക്കാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറാകുന്നവരുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് അനുഭവം കൊണ്ട് കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നാടിന് മനസ്സിലായി, ചരിത്രം അടയാളപ്പെടുത്തി. പള്ളി പൊളിച്ചിട്ടില്ല, ആരാധനാലയങ്ങൾ തകർത്തിട്ടില്ല. പക്ഷെ പള്ളി പൊളിക്കാനോ ആരാധനാലയങ്ങൾ തകർക്കാനോ ആരെങ്കിലും വന്നാൽ അതിനെതിരെ കാവൽ നിൽക്കുകയും അതിനെതിരെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നവരുടെയും സംഘടനയാണ് ഇടതുപക്ഷമെന്ന് കാലം തെളിയിച്ചു. ഇന്ന് ജനങ്ങളുടെ അനുഭവത്തിലെത്തുന്നു. വികസന വിരുദ്ധരെന്നായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത മൈൽ സ്റ്റോണുകൾ എന്ന് പറയാവുന്നതെല്ലാം ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. ആധുനിക വളർച്ചയുടെ അളവുകോൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ, കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഒഴികെ ബാക്കി മുഴുവൻ പാർക്കുകളും ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കേരളം ഭരിക്കുമ്പോഴാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഉൾപ്പെടെ നമ്മളാണ് കൊണ്ടുവന്നത്. ഇനി ആ കൊച്ചിയിലെ ഇൻഫോ പാർക്കോ ചെറിയ കാശിന് അത് കുത്തകകൾക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം നടത്തിയെന്ന് മാത്രമല്ല, അത് പൊതുമേഖലയിൽ ഇന്നത്തെ നിലയിൽ നിലനിർത്തിക്കൊണ്ട് അത് വിട്ടുകൊടുക്കാത്ത വിധം, കൊച്ചി ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കാത്ത വിധം
പഴയ കരാറിൽ നിന്ന് മാറി അതിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷം. അത് അവരുടെ കാലത്ത് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭിച്ചോട്ടെ, അതൊഴികെ ബാക്കി മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കാലത്താണ്. ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങോട്ട് LBS, IHRD ഇടതുപക്ഷത്തിന്റെ സംഭാവനകളാണ്. വികസന വിരുദ്ധർ എന്ന് പറഞ്ഞു. ഇനി പോട്ടെ, ഇപ്പോൾ പറയാനേ പറ്റില്ല. 2016 ശേഷം ഇങ്ങോട്ടുള്ള ഈ രണ്ട് ഗവൺമെന്റുകളുടെ കാലത്ത് ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ പ്രോജക്ട്, കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്, സ്ഥലമേറ്റെടുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ വികസനത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഏറ്റവും വലിയ തടസ്സം ഡെൻസിറ്റി കൂടിയ കേരളത്തിൽ സ്ഥലമേറ്റെടുക്കൽ ഒരു പ്രശ്നമായിരുന്നു എന്നതാണ്. 2016 മുതൽ ഇങ്ങോട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെ ചരിത്രമടയാളപ്പെടുത്തുന്ന വിവിധ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥലമേറ്റെടുക്കൽ, ലാൻഡ് അക്വിസിഷൻ എന്ന പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിച്ച മുഖ്യമന്ത്രിയും ഗവൺമെന്റും എന്ന നിലയിലായിരിക്കും. കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം പകർന്നു, വേഗത പകർന്നു. ദേശീയപാത അതോറിറ്റിയുടെ ദേശീയപാത വികസനം കാസർഗോഡ് ടു ട്രിവാൻഡ്രം നടക്കുമ്പോൾ ഒരിടത്തൊരു കേസ്, ലാൻഡ് അക്വിസിഷന്റെ കേസ് പെൻഡിങ്ങിലില്ല. എല്ലാവരും കാരണം എന്താ? റീഹാബിലിറ്റേഷൻ പാക്കേജ് ഏറ്റവും വലിയ പാക്കേജായി റീഹാബിലിറ്റേഷൻ പാക്കേജ് കൊടുത്തു. ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിലില്ല. ഞാൻ പറഞ്ഞത് വികസന വിരുദ്ധത നിൽക്കില്ല. അവരുടെ കൺമുമ്പിലുണ്ട് കിഫ്ബിയിലൂടെ വന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ, അനുഭവങ്ങൾ. അതും നിൽക്കുന്നില്ല. ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേഷൻ എന്താണ്? ഈ ഗവൺമെന്റ് ധൂർത്തിന്റെ ഗവൺമെന്റ് ആണ് എന്നൊരു വ്യാജ നരേഷൻ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമീപകാലത്ത് വന്ന എല്ലാ വാർത്തകളിലും ആ നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കാണാൻ കഴിയും. വേറൊരു നരേഷൻ ആദ്യം ഫിക്സ് ചെയ്യുന്നു. ആ നരേഷൻ ആസ്പദമായ അതിന് ഉപോത്ബലകമാകുന്ന വാർത്തകൾ, നുണകളിലൂടെ പിന്നെ ഉത്പാദിപ്പിക്കുന്നു. അതാണ് എടുക്കുന്നത്. രണ്ടാമത്തെ, ഞാൻ ഈ വായിച്ചതിലെല്ലാം നിങ്ങൾക്ക് ഈ ധൂർത്തന്റെ ഭാഗം കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ധൂർത്താണോ? എന്ത് ധൂർത്ത? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അതാണ്. അതിനാണ് ഈ വ്യാജ വാർത്തകൾ. രണ്ടാമതൊരു നരേഷൻ 1992 ശേഷം, ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം, പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന ആധിപത്യം തകർന്നു. ഇന്ത്യൻ ഇടതുപക്ഷത്തെ കേരളത്തിന്റെ മണ്ണിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇടതുപക്ഷത്തിന്റെ സാധ്യം കേരളത്തിൽ നിലയുറപ്പിച്ചെടുത്തേണ്ട ആവശ്യകത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നു. ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു നരേഷൻ ബിൽഡപ്പ് ചെയ്ത് കയറ്റുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. എന്താ പ്രൊപ്പഗാൻഡ? ഈ ഗവൺമെന്റ് RSS പക്ഷപാതമുള്ള ഗവൺമെന്റ് ആണെന്നൊരു നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് തിരിച്ച് ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിലോ? നേരെ മറിച്ച് അത് മുസ്ലിം പക്ഷപാത ഗവൺമെന്റ് ആണ് എന്നൊരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നരേഷനുകൾ ബിൽഡപ്പ് ചെയ്യാനുള്ള നിരന്തരമായ സ്റ്റോറികൾ, ഗോസിപ്പുകൾ, വ്യാജ വാർത്തകൾ നിരന്തരമായി ഉത്പാദിപ്പിക്കുന്നു. ഇടതുപക്ഷ വിരുദ്ധതയിൽ ജന്മമെടുത്ത കേരളത്തിലെ ആധുനിക മാധ്യമ വ്യവസായം, അങ്ങനെയാണ് പറയുന്നത്, ആധുനിക മാധ്യമ വ്യവസായം, അത് രൂപപ്പെട്ടത് ഇടതുപക്ഷ വിരുദ്ധതയിലായിരുന്നു. വിമോചന സമരത്തിന്റെ കാലത്ത് അവരുടെ ജന്മദശകം എന്ന് പറയാം. അവിടെ മുതൽ ഇങ്ങോട്ട് അത് കൂടുതൽ ശക്തിയോടുകൂടി പുതിയ നരേഷനുകൾ ബിൽഡപ്പ് ചെയ്യാൻ, അതിനുവേണ്ടിയുള്ള പ്രൊപ്പഗാൻഡ മിഷനുകളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മാറുമ്പോൾ ഇതിനെതിരെ ഏറ്റവും ശക്തമായ ക്യാമ്പയിനുകളാണ് ഉയർന്നു വരേണ്ടത്. ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ വൈകാരികമായി പലരും പ്രതികരിക്കുന്നത് കണ്ടു. ഇവരെയൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഗവൺമെന്റ് നമ്മുടേതല്ലേ, നിയമപരമായ നടപടി എടുത്തു. എന്ത് നിയമത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഏത് നിയമത്തെ കുറിച്ചാണ് പറയുന്നത്? ഗുജറാത്ത് വംശഹത്യയെ കുറിച്ച് പഠിച്ച എല്ലാ കമ്മീഷനുകളും കണ്ടെത്തിയൊരു കാര്യമുണ്ടറിയോ? ഗുജറാത്തിൽ കൾപ്രിറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും അപകടകരമായ കുറ്റകൃത്യം ചെയ്ത 2 മാധ്യമങ്ങളുണ്ട്. അതിലൊന്നിന്റെ പേര് ഗുജറാത്ത് സമാചാരം, മറ്റൊന്ന് ഗുജറാത്ത് സന്ദേശം എന്നാണ്. ഇവിടുത്തെ മനോരമയും ഇവിടുത്തെ മാതൃഭൂമിയും മുഖാമുഖം മത്സരിക്കുന്ന 2 അവിടുത്തെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ. എന്തായിരുന്നു അവർ ചെയ്തത്? കലാപം ആളിക്കത്തിക്കാൻ പ്രാപ്തമായ വിഷലിപ്തമായ വ്യാജ വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. 2 പത്രങ്ങൾ മത്സരിച്ചു കൊടുത്തു. 2 പത്രങ്ങൾ കൊടുത്തു. പിന്നീട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കള്ളവാർത്തകൾ കൊടുത്തത്? അപ്പൊ പറഞ്ഞത് അറിയോ? ഞങ്ങൾ ഒരാൾക്ക് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല എന്ന്. കാരണം ഇതൊരു സ്വീകാര്യത കിട്ടുന്നു, സർക്കുലേഷൻ പ്രശ്നമാണ്. അപ്പൊ സർക്കുലേഷനിൽ മത്സരിക്കുന്ന 2 മാധ്യമ സ്ഥാപനങ്ങൾ പറയുകയാണ്, നാടിനെ കത്തിച്ച വ്യാജ വാർത്തകൾ കൊടുത്തതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നുവെന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് നിവർത്തിയേടായിരുന്നു, ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു, എങ്കിൽ ഞങ്ങളുടെ സർക്കുലേഷൻ താഴെ പോകുമെന്നായിരുന്നു. എക്സ്പെൻസിനെ എക്സ്പെൻഡിച്ചറാക്കി മാറ്റി,
എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസ് ആക്കി മാറ്റി ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത എന്തിന് മാതൃഭൂമിയും മറ്റു ചാനലുകളും കേരി ചെയ്ത് ചോദിച്ചാൽ അവർ രഹസ്യമായി നമ്മളോട് പറയും റേറ്റിംഗ് പ്രശ്നമാണ്, അവർ കൊടുത്തു, ഞങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ശിക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. ഗുജറാത്ത് സമാചാറിനെയും സന്ദേശനെയും ഇന്ത്യയിൽ എവിടെയെങ്കിലും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഗുജറാത്തിലായതുകൊണ്ട് പറഞ്ഞു പോകരുത്. നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ചോദിക്കും, നിയമങ്ങൾ നിർമ്മിച്ചുകൂടെ? ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് തന്നെ, ഒന്നാം ഗവൺമെന്റ് കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു നിയമനിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചതല്ലേ? ഏത്? മാധ്യമങ്ങളെയല്ല. ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുന്ന, വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ, യൂട്യൂബ് ചാനലുകളെ എല്ലാം നിയന്ത്രിക്കുന്നുള്ള ഒരു നിയമനിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തായിരുന്നു? കരുദീപം ഇടതുപക്ഷം ഉണ്ടാക്കുന്നത് എന്നായിരുന്നു അന്ന് പ്രചരണം. അത് ഉണ്ടാക്കാത്തത് കൊണ്ടാണ്. അത് തെറ്റായ നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടിയും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പ്രബുദ്ധമായ നാടാണ് ഇന്ത്യ എന്ന് മറന്നു പോകരുത്. അപ്പോൾ നിയമങ്ങൾ, കരുനിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല നമ്മൾ ഇതിനെ നിയന്ത്രിക്കേണ്ടത്, മറിച്ച് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചരണം ഏറ്റെടുത്തുകൊണ്ടാണ്. മീഡിയ ലിറ്ററസി എന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ആയുധമായി നമ്മൾ ഓരോരുത്തരും സ്വയം മാറുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രക്രിയയിൽ നമുക്ക് ശരിക്ക് വിജയിക്കാൻ കഴിയുക എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ ഔപചാരികതയുടെ പേരിൽ തുടങ്ങി വെച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മാധ്യമപ്രവർത്തകൻ ആണ്, ആ നിലയ്ക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പത്ര റിപ്പോർട്ടർ തന്നെയല്ല. ഞാൻ കേരളത്തിലെ ദീർഘകാലം പത്രപ്രവർത്തക യൂണിയന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന യൂണിയന്റെ പ്രസിഡന്റ്, അങ്ങനെയൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് എന്നിൽ നിന്നുണ്ടാവുകയില്ല. പക്ഷേ അപജയങ്ങൾ ഉണ്ട് എന്ന് ഉറക്കെ പറയാനും ഞാൻ തയ്യാറാണ്. അത് നമുക്കൊക്കെ ഞങ്ങളിടയ്ക്കും അതൊക്കെ സംസാര വിഷയമാണ്, ചർച്ചാ വിഷയമാണ്. ഈ വ്യാജ വാർത്തകളുടെ നിർമ്മിതി എന്ന് പറയുമ്പോൾ വാർത്തകളുടെ നിർമ്മിതി എങ്ങനെയാണ് എന്നതിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. ഇപ്പം നമ്മുടെ റഹീം പറഞ്ഞത്, ആ ഉദാഹരണം കാണിച്ച, കേൾപ്പിച്ച, അതിൽ നിന്ന് ആ ലേഖകന്റെ റിപ്പോർട്ടിങ് ഇങ്ങനെയാണ്, ആക്ഷേപമുണ്ട്, ഇങ്ങനെയാണ് വിവരം. അയ്യോ, പുറത്ത് വരുന്ന വിവരം അതിങ്ങനെ ഒന്ന് മാറ്റി പറയണമല്ലോ. പറഞ്ഞു പോകുമ്പോ ഇത്ര ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞാൻ മാതൃഭൂമിയിലാണ് ആദ്യം ജോലി ചെയ്തത്, പിന്നീട് ഇന്ത്യ ടുഡേയില്. അത് അത്തരം ചില കാര്യങ്ങളാണ് നിങ്ങളെ ധരിപ്പിക്കുന്നത്. മാതൃഭൂമിയിൽ ഇതുപോലുള്ള ഒരൊറ്റ വാചകം കൊടുക്കാൻ പറ്റില്ല. പത്രത്തിൽ, ടെലിവിഷന്റെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിത്തം ഏൽക്കുന്നില്ല. ഒരൊറ്റ വാചകം എവിടുന്നാണോ ഇവരെ കിട്ടിയേ ചോദിക്കുന്ന, അത് മാതൃഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞു. എല്ലാ പത്രാഫീസിലും അങ്ങനെ തന്നെ. നമ്മളെ ഒരു റിപ്പോർട്ട് എഴുതിയാൽ ആദ്യം ചീഫ് റിപ്പോർട്ടർക്ക് കൊടുക്കണം. ചീഫ് റിപ്പോർട്ടർ അത് വായിച്ചിട്ട് ബ്യൂറോ ചീഫ് കാണണം. എന്നിട്ട് ഡെസ്കിലേക്ക് പോകും. ഡെസ്കിൽ ന്യൂസ് ലെറ്റർ നോക്കിയിട്ട് ഇത് പ്രധാനം 1-ാം പേജ്, ഇതല്ലെങ്കിൽ 5-ാം പേജ്, ലോക്കൽ പേജ് 7-ാം പേജ്, കൊല്ലം പേജ്, അങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക് കൊടുക്കും. അത് ആ കൺസേൺഡ് ചീഫ് സബ് എഡിറ്ററുടെ മേശപ്പുറത്ത് പോകും. അദ്ദേഹം നോക്കും. ചിലപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സബ് എഡിറ്ററെ ഏൽപ്പിക്കും. പല തട്ടിലൂടെ കടന്നാണ് ഒരു വാർത്ത അച്ചടി മഷി പുരണ്ട് പുറത്തു വരുന്നത്. അവിടെ തെറ്റ് വരാൻ പാടില്ല. ഒറ്റ വാക്ക് തെറ്റാൻ പറ്റില്ല. ഒരൊറ്റ വാചകം തെറ്റാൻ പാടില്ല. സത്യം സത്യമായിരിക്കണം. നിർബന്ധമുണ്ട് പത്രാഫീസിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കാലത്ത്. അതിനകത്ത് യാതൊരു ഒത്തുതീർപ്പുമില്ല. തീർപ്പില്ല എന്ന് പറഞ്ഞാല് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെ മാതൃഭൂമിയിലോ അന്നത്തെ മനോരമയിലോ ഒക്കെ ഇടുന്ന ഒരു റിപ്പോർട്ട് ആർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇന്ന് പത്രങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ റഹീം MP പറഞ്ഞതുപോലെ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെയാണ് ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നത്, വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ. ഇതുപോലെ അപാകമുള്ള
ഒരു വാചകം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഏതെങ്കിലും പത്രങ്ങളിൽ ഇന്നും ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ടെലിവിഷൻ ചാനലുകൾ അങ്ങനെയല്ല. ഞാൻ മാതൃഭൂമിയിലും അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ടുഡേയിലും, ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ തുടങ്ങിയപ്പോഴേ ഇന്ത്യ ടുഡേക്കാർ എന്നെ വിളിച്ച് ക്ഷണിച്ച് അങ്ങനെ എന്നെ അപ്പോയിന്റ് ചെയ്തതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ രണ്ടിടത്തും പത്ര റിപ്പോർട്ടർക്ക് എഡിറ്റോറിയലിന് അഡ്വർടൈസ്മെന്റുമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാതൃഭൂമിയിലും അതെ, ഇന്ത്യ ടുഡേയിലും അതെ. ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ലേഖനാണ്. കേരളം മുഴുക്കി ഇന്ത്യ ടുഡേയിൽ എൻ്റെ പരിധി വരുന്നതാണ്. ഞാൻ കേരളം അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെയൊക്കെയാണ് കണ്ണൂരിലൊക്കെ പോകുന്നത്. കണ്ണൂർ നമ്മുടെ വലിയ എതിരായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഡൽഹിയിൽ നിന്നൊക്കെ മാർക്കറ്റിങ്ങിന്റെ ആൾക്കാരൊക്കെ വരും. അവരെന്നെ കാണാൻ പോലും കൂട്ടാക്കത്തില്ല. വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്, വലിയ ആൾക്കാര്. എന്നെക്കാട്ടൊക്കെ സീനിയോറിറ്റിയുള്ള മാനേജ്മെന്റിൽ വലിയ നേതാക്കൾ, വലിയ സ്ഥാനമുള്ളവർ. അവരൊക്കെ വന്നാൽ ഒരു കറസ്പോണ്ടന്റ് എന്ന നിലയിൽ ഇവിടുത്തെ ലേഖനെ അവർ കാണാൻ പറ്റില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അവരെ ഏതെങ്കിലും കാണാൻ പരസ്യം പിടിക്കാനാണ് വരുന്നത് കേട്ടോ. മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് വരുന്നത്. എന്തെങ്കിലും സഹായം നമ്മളൊക്കെ നോക്കിയാൽ മുഖ്യമന്ത്രിയോ കെ കരുണാകരനെയോ അന്നത്തെ കാലത്ത് ആരെ വേണമെങ്കിലും ചുമ്മാ ഫോൺ വിളിച്ച് എനിക്ക് ചെന്ന് കയറാവുന്നതിനുള്ള എനിക്ക് ഇതാ ഒരാൾ വരുന്നുണ്ട്, ഒന്ന് നോക്കണേ എന്ന് പറയാവുന്നതേ ഉള്ളൂ ചീഫ് സെക്രട്ടറി ആരാണെങ്കിലും. പക്ഷെ എന്റെ സഹായം ചോദിച്ചിട്ടില്ല. മാതൃഭൂമിയിലും അതെ. മാതൃഭൂമിയിൽ ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമാണ്. കാരണം മാതൃഭൂമിയിൽ എഡിറ്റോറിയലിന് ഭയങ്കര സുപ്രീമസി ആയിരുന്നു. എഡിറ്റോറിയൽ മറ്റ് മാനേജ്മെന്റ് വിഭാഗങ്ങൾ തമ്മിൽ അത്ര വലിയ രഞ്ജിപ്പും ഉണ്ടായിരുന്നില്ല, ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ടുഡേയിലും അത് തന്നെയില്ല, ഭയങ്കര വട്ടത്തെ കമ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ടെലിവിഷൻ വന്നപ്പോഴേക്ക് വാർത്ത ഉണ്ടാക്കിയാൽ പോരാ, ആ വാർത്ത വിൽക്കുകയും വേണം. അതിനകത്തൊരു കൊമേഴ്സ്യൽ ആസ്പെക്ട് ഉണ്ട്. ഒരു ചാനലിന്റെ റേറ്റിംഗ് ആ ചാനലിന്റെ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ്. വായിക്കുന്ന വാർത്തകളുടെ ചൂടും ചൂരുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്വാഭാവികമായിട്ടും ഓരോ ലേഖകനത് ഒരു വെല്ലുവിളിയാണ്. രണ്ടാമത്തെ കാര്യം, മാതൃഭൂമിയിൽ എനിക്ക് 2 വർഷത്തെ ട്രെയിനിങ് ആണ് ഞങ്ങൾക്കെല്ലാം ട്രെയിനിങ് കാലം. അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 2.5 വർഷമേ. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഒരു ചരമ വാർത്തയാണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ പത്രത്തിലേക്ക് കയറും, അച്ചടിച്ചു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. അതിന് നമുക്ക് എഴുതാം, പക്ഷേ അത് വളരെ ശക്തമായ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ട് മാത്രമേ അത് പോവുകയുള്ളൂ. ചിലപ്പോൾ കൊടുക്കും, വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ കർശനമാണ്. ഞങ്ങളുടെ ബ്യൂറോയിലെ മാതൃഭൂമി, എൻ്റെ ഗുരുക്കന്മാർ പി രാജൻ കറസ്പോണ്ടന്റ് തിരുവനന്തപുരത്ത്, എൻ സത്യവർദ്ധൻ കൊച്ചിയിൽ, അവരൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ അതേ സമയം തന്നെ യൂണിയൻ നേതാക്കന്മാരുമാണ്. ഞങ്ങൾ യൂണിയൻ സമ്മേളനത്തിൽ പോകുമ്പോൾ ഇവരൊക്കെ വലിയ യൂണിയൻ പ്രസംഗങ്ങളാണ്. പത്രോഫീസ് വരുമ്പോഴത്തേക്കും ഇത് കണ്ട ഭാവമേ ഇല്ല, ഭയങ്കര ചീത്തവിളിയും ബഹളം, ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. അങ്ങനെ ഒരു വലിയ കടുത്ത ശിക്ഷണത്തിലൂടെയാണ് നമ്മളിങ്ങനെ ഒരു ജേർണലിസ്റ്റിനെ പത്രങ്ങൾ, പ്രധാനപ്പെട്ട പത്രങ്ങൾ വാർത്തെടുക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ 80-ലാണ് മാതൃഭൂമി ചേർന്നത്. 82-83 വലിയ സമരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം. കെ കരുണാകരൻ മുഖ്യമന്ത്രി. അപ്പോഴൊരു മന്ത്രിക്കെതിരെ ഞാൻ കുറച്ച് വാർത്തകൾ ഇങ്ങനെ കൊടുത്തു, പതിവായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. 1-ാം പറ്റി കൊടുക്കും, എൻ്റെ പേര് വെച്ച് കൊടുക്കും. അന്നൊക്കെ നമുക്കൊരു പേര് കിട്ടാൻ വലിയ സന്തോഷമാണ്. കയ്യിലേക്കൊക്കെ കിട്ടുക. എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് മാത്രമേ കയ്യിലേക്ക് കൊടുക്കുകയുള്ളൂ. MD നാലപ്പാടാണ് പത്രാധിപർ. അദ്ദേഹം ഞങ്ങൾ ചെറുപ്പത്തിറക്കി. നമ്മുടെ എൻ ഗോപകുമാർ, എൻ്റെ ജൂനിയർ കൊല്ലീഗാണ് NG രാധാകൃഷ്ണൻ, ഞങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ച് വിട്ടേക്കാണ്. നമ്മളൊക്കെ പോയി സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എന്തും തപ്പിയെടുക്കും, വാർത്ത കൊടുക്കും. ഇടയ്ക്കൊരു കാര്യം പറയാം, ഒരു വാർത്ത, എൻ്റെ ഒരു വാർത്തയ്ക്ക് വരെ ആരും തെളിച്ച് ചെയ്തിട്ടില്ല, തെളിച്ച് ചെയ്താർക്കും ധൈര്യമില്ല. കാരണം അതുപോലെ നമ്മൾ നോക്കി പരിശോധിച്ച് തന്നെ പഠിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഈ മന്ത്രിക്കെതിരെ ഞാൻ കുറെ റിപ്പോർട്ടുകൾ എഴുതി. അത് വലിയ പ്രശ്നമായിരുന്നു, രണ്ടത്തിന് വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മന്ത്രിയുടെ ഔദ്യോഗികമായ കൊടി വെച്ച
വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്.